സ്വാഗതം പറഞ്ഞ ഷഫീഖ് സാർ, ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ ഫൈസൽ സാർ, വേദിയിലും സദസ്സമ്മേലിരിക്കുന്ന പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിക്കുന്ന വായന എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഏകദിന സെമിനാറിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാനും നിങ്ങളെല്ലാവരെയും കാണുവാനുള്ള സന്തോഷം ഞാൻ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. വായനയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായി മനസ്സിലേക്ക് വരുന്നത് കുഞ്ഞുണ്ണി മാഷെ 2 വരി കവിതയാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. ഒരാളുടെ വ്യക്തിത്വ വികസന ജീവിതത്തിൽ വായനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം വായന ഒരാളെ ആഴത്തിൽ ചിന്തിപ്പിക്കും. അത് പുതിയ അറിവ് അദ്ദേഹത്തിലേക്ക് കൊണ്ടുവരും. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലും സംസ്കാരത്തിലും ശക്തമായ മാറ്റങ്ങൾ വരുത്തും. ചെരുപ്പ് കുത്തിയിൽ നിന്നും അമേരിക്കൻ പ്രസിഡൻ്റായ എബ്രഹാം ലിങ്കണും, അതുപോലെ തന്നെ പത്രവിതരണക്കാരൻ പയ്യിൽ നിന്ന് രാമേശ്വരത്തെ പത്രവിതരണക്കാരൻ പയ്യിൽ നിന്നും ഇന്ത്യൻ പ്രസിഡൻ്റായ ഡോക്ടർ APJ അബ്ദുൽ കലാമും തങ്ങളുടെ വിജയഘടകങ്ങളൊന്നായി പറഞ്ഞത് വായന തന്നെയാണ്. വായന മനുഷ്യന് മാത്രം സാധ്യമാവുന്ന ഒരു അത്ഭുത സിദ്ധിയാണ്. അറിവ് നേടാനുള്ള പ്രധാന മാർഗവും വായന തന്നെയാണ്. അറിവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഭഗവത്ഗീതയിൽ പറഞ്ഞ ഇപ്രകാരമാണ്: മനുഷ്യ മനസ്സിലെ മാലിന്യങ്ങൾ അകറ്റുന്നതിൽ നിന്ന് വായനയ്ക്ക് പകരം മറ്റൊരു ഉപായമില്ല എന്നാണ്. ഓരോ വായനയിലും നമ്മൾ പുതിയ അറിവുകൾ സമ്പാദിക്കാൻ ശ്രമിക്കണം. നമ്മൾ എത്ര വായിച്ചു എന്നല്ല, നമ്മൾ എന്ത് വായിച്ചു, എന്താണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയത് എന്നതാണ് പ്രാധാന്യം. വായന നമ്മുടെ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കും. വായന നമ്മുടെ പദസമ്പത്ത് വർദ്ധിപ്പിക്കും. വായന നമ്മുടെ ഭാവനയെ പ്രകാശിപ്പിക്കും. വായന നമ്മുടെ വിവിധതരം ഭാഷകളിലുള്ള അറിവ് നമ്മൾ വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ വായന നമ്മുടെ പരാജയങ്ങളെ മറികടക്കാനും പുതിയൊരു മനസ്സിനെ രൂപപ്പെടുത്താനും പുതിയ പുസ്തകങ്ങൾ നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞത്, ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നിങ്ങൾ വായനയ്ക്കായി മാറ്റിവെക്കുകയാണെങ്കിൽ അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ ഒരു അറിവിൻ്റെ കേന്ദ്രമാക്കി പരിണമിക്കും. നമുക്കറിയാം, ഒരു ആരോഗ്യമുള്ള ശരീരത്തിന് വ്യായാമം കൂടിയേ തീരും. അതുപോലെ തന്നെയാണ് മനസ്സിനും വ്യായാമം കൂടിയേ തീരും. മനസ്സിന് നാം കൊടുക്കുന്ന വ്യായാമമാണ് വായന. വായന പുതിയ ആശയങ്ങളും പുതിയ അനുഭവങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ആനയിപ്പിക്കും. അത് നമ്മുടെ മനസ്സിന് കൂടുതൽ സന്തോഷകരവും ആസ്വാദനവും നൽകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും വായനാശീലം നിലനിർത്തുന്നവരും വായനാശീലമുള്ളവരുമായിരിക്കണം. ഈ ഒരു ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിനെ ഞാൻ എൻ്റെ എല്ലാ ആശംസകളും നേർന്നു.